ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 12, 18, 21 ആൻഡ് 30. അപ്പം ഏറ്റവും ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഈ സംഖ്യകളൊക്കെ വെച്ചിട്ട്, അതായത് 11, 18, 21 12, 18, 21, 13 ഇത് വെച്ച് നമുക്ക് ഡിവിസിബിൾ ചെയ്യാവുന്ന ലീസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം LCM ആദ്യം കാണും. LCMലെ ലീസ്റ്റ് മെഷറാണല്ലോ. അപ്പം ആദ്യം ഈ 12, 18, 21, 30ൻ്റെ LCM കാണുക. അത് നമുക്ക് LCM കാണുമ്പോൾ 420 എന്ന് കേൾക്കും. അപ്പം അപ്പം LCM കണ്ടപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ കിട്ടി. അത് കൊണ്ട് ഗുണിക്കാൻ പറ്റുന്നത് സ്മോളസ്റ്റ് നമ്പർ കിട്ടി. 420. അപ്പം സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 420K ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ Kയുടെ വാല്യൂ നമുക്കറിയത്തില്ല. K വാല്യൂ എന്താകാം? 1 ആകാം, 2 ആകാം, 3 ആകാം. അപ്പോൾ 420K ആണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഉള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കും. ഇപ്പം Kയുടെ നമ്പർ 3 ആകുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസിലുള്ള 1260 ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉത്തരം 1260 ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്റ്റുഡൻറ്റ് ഒരു നമ്പർ ഡിവൈഡ് ചെയ്തു. ഒരു നമ്പർ 12 വെച്ച് ഡിവൈഡ് ചെയ്തു. 21 വെച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ അത് കുട്ടി 12 വെച്ചാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 35 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആൻസർ എന്താ? അപ്പോൾ നമുക്ക് ആ നമ്പർ അറിയത്തില്ല, ഏത് നമ്പർ വെച്ചാൽ ഡിവൈഡ് ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ നമ്പർ നമ്മൾ ആയിട്ട് കണ്ടുകൊണ്ട് എക്സിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എക്സിനെ 12 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും നമുക്ക് 35 എന്ന ആൻസറാണ് കിട്ടിയത്. അപ്പം എക്സ് കണ്ടുപിടിക്കാമല്ലോ അതിൽ നിന്ന്. അപ്പം 35 × 12 എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 420. അപ്പോൾ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 420. അപ്പം നമ്മൾ കുട്ടിക്ക് ഏത് നമ്പർ വെച്ച് ഹരിക്കേണ്ടിയിരുന്നു? 21 ആയിരുന്നു. അപ്പം നമുക്ക് 420നെ 21 കൊണ്ട് ഹരിക്കാം. അപ്പം നമുക്ക് ആൻസറായി 20 കിട്ടും. ഓപ്ഷൻ എ ആണ് 20. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ടു ബി ആഡഡ്. 1,31,228നെ എന്തുകൊണ്ട് ഏത് നമ്പർ കൊണ്ട്, അതായത് ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് 33 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്നത്? അതായത് 2,00,000, അതായത് 231,228 എന്ന നമ്പറിനെ 31 കൊണ്ട് ഹരിച്ചെന്ന് കഴിഞ്ഞ് 33 കൊണ്ട് അങ്ങനെയല്ലല്ലോ. അതായത് എത്ര കൂട്ടിയാൽ, ഈ നമ്പറിനോട് എത്ര കൂട്ടിയാൽ നമുക്ക് ഈ 33 സംഖ്യ വെച്ച് ഈ നമ്പറിനെ ഹരിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പം 2,31,128നെ ഏത് നമ്പർ കൊണ്ട്, അതിനോട് എത്ര കൂട്ടിയാൽ അതിനെ നമുക്ക് 33 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് റൂൾ അനുസരിച്ച് ഇതുപോലെ 228നെ 33 കൊണ്ട് ഹരിച്ച് നോക്കണം. അപ്പം 33 × 7 231 കിട്ടും. അപ്പം പിന്നെ 3 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. നമുക്ക് അടുത്ത നമ്പർ വരുന്ന 3 സ്ഥാനം മാറ്റി, 2 സ്ഥാനം മാറ്റിയില്ല. അപ്പോൾ 2 0 ഇടുക. 228നെ 33 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക. 33 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് നമുക്ക് 198 വെച്ചിട്ടാണ് ഹരിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് 30 റിമൈൻഡർ വരും. 33നോട് 30 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ 3 എന്ന് പറയുന്നത് ഈ നമ്പറിനോട് കൂട്ടിയാലാണ് നമുക്ക് 33നെ ശരിക്കും 33 വെച്ച് നമുക്ക് ഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതായത് 2,31,228 3 കൂട്ടണം. അതായത് 31. അപ്പോൾ 2,31,331 231നെയാണ് 33 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുന്നത്. അപ്പം ആൻസർ 3. പിന്നെ ഒരു ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ് ബൈ 25, 35, 14 ആൻഡ് 13. അപ്പം 25, 35, 40, 30 ഇതിനെ
എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് HCF കണ്ടുപിടിക്കാം. 25നെ 5 × 5, 35 ആണെങ്കിൽ 5 × 7 ആയിട്ട് കാണാം, 14നെ 5 × 8 ആയിട്ട് കാണാം, 13നെ 5 × 6 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ 5 വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ 5 ആയിട്ട് എടുക്കാൻ പറ്റും. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8. അപ്പോൾ 8ൻ്റെ ഡിവിസിബിലിറ്റി എന്നുള്ള റൂൾ നോക്കിയാൽ മതി. 8ൻ്റെ ഡിവിസിബിലിറ്റി അനുസരിച്ച് ലാസ്റ്റ് 3 ഡിജിറ്റ് നമുക്ക് 8 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാമെന്ന് നോക്കാം. അപ്പം 676നെ 8 വെച്ച് ഹരിച്ച് നോക്കാം. അത് ഡിവിസിബിൾ അല്ല, പോയിൻ്റ് വരും. 504ന് ചെയ്യാൻ പറ്റും, 832ന് ചെയ്യാൻ പറ്റും, 360ന് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പം നമുക്ക് അത് ഹരിക്കാൻ പറ്റാത്ത നമ്പർ ആദ്യത്തെ ഓപ്ഷനാണ്. ഇനി 276 x1 എന്ന് പറയുന്നത് 3 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ വരാൻ പറ്റുന്ന സംഖ്യകളുടെ തുക, അതായത് വാട്ട് ഈസ് ദ സം ഓഫ് ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സിൻ്റെ പോസിബിൾ വാല്യൂസിൻ്റെ സം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് ആദ്യം കാണണം. ഇപ്പം എക്സ് നമുക്കറിയാം ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 അനുസരിച്ചിട്ട് ഒരു 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? അതിൻ്റെ 3ൻ്റെയും അത് എല്ലാത്തിൻ്റെയും കൂടെ ഡിജിറ്റ്, അതായത് സം ഓഫ് ഡിജിറ്റ് ഓൾ ഡിജിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തന്നെ 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ അത് 3 കൂടെ അതെല്ലാം കൂടെ കൂട്ടി അതിനെ 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ നമുക്കതിനെ അത് 3നെ കൊണ്ട് ഹരിക്കാമെന്നാണ് അതിൻ്റെ ഡിവിസിബിലിറ്റി എന്നുള്ളത്. അപ്പം